ഹായ് ഓൾ, ഇതെൻ്റെ ഒരു വർക്കിംഗ് ഡേയിലെ സ്റ്റഡി വ്ലോഗാണ്. ഞാൻ രാവിലെ ലേറ്റായിട്ടാണ് എഴുതിയത്. രാവിലെ ഒന്നും പഠിച്ചിട്ടില്ല, ഓഫീസിൽ പോകുന്നതാണ് നിങ്ങളെ കാണുന്നത്. ഓക്കെ, അപ്പോൾ വൈകുന്നേരമാണ് പഠിക്കാൻ തുടങ്ങുന്നത്. അധികം നേരമൊന്നുമില്ല, കുറച്ച് സമയം പഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് എനിക്ക് കവർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്യുന്നത്, ഞാനിപ്പം റീസെൻ്റായിട്ട് SCRT വായിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പം SCRT ഞാൻ സയൻസാണ് ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സയൻസിൽ ഞാൻ വായിക്കുന്ന ചാപ്റ്റേഴ്സിൽ എനിക്ക് വേണ്ട നോട്ട്സ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നതല്ല, ഞാനൊരു നോട്ട്ബുക്കിൽ നോട്ടായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പം ഞാനിപ്പം സയൻസിൻ്റെ കുറേ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സൊക്കെ വായിച്ച്, അപ്പോൾ അത് ഞാനൊന്ന് പഠിക്കാൻ ശ്രമിക്കുകയാണ്. എനിക്ക് സയൻസ് വായിച്ചപ്പോൾ തോന്നിയത് അതിനകത്ത് കുറേ മലയാളം ടേംസ് നല്ല ഡിഫിക്കൽട്ടാണ്. ഒന്നാമത് ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച് വന്ന ആൾക്കാരാണെങ്കിൽ, അതിൻ്റെ കൂടെ ഹ്യൂമാനിറ്റീസൊക്കെ പഠിച്ച ആളാണെങ്കിൽ ഇംഗ്ലീഷും അറിയില്ല, സയൻസും അറിയില്ല, മലയാളം അറിയില്ല, ഒരുമാതിരി ആ അവസ്ഥയിലെത്തും. എനിക്കതാണ് വായിച്ചപ്പോൾ മനസ്സിലായത്. എസ്പെഷ്യലി ഫിസിക്സ് ഒന്നും വായിച്ചിട്ട് എനിക്ക് യാതൊന്നും മനസ്സിലായില്ല. ഞാനാണ് ദൈവമേ ഇതൊക്കെ സ്കൂളിൽ പഠിച്ചായിരുന്നോ എന്നുള്ള അവസ്ഥയിലെത്തി ചില ചാപ്റ്ററൊക്കെ വായിച്ചപ്പോൾ. പിന്നെ കുഴപ്പമില്ല, നമുക്കിപ്പം എല്ലാ ടോപ്പിക്ക് തന്നെ യൂട്യൂബിലൊക്കെ കിട്ടുമല്ലോ, അങ്ങനെ വേണേൽ അങ്ങനെ ക്ലാസ്സും കാണാമല്ലോ. പിന്നെ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ട്രിപ്റ്റോണിൻ്റെ പുതിയ കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ കോഴ്സിൽ ക്ലാസ്സുകളെല്ലാം ഫ്രീ ആയിട്ട് നമുക്ക് അവൈലബിൾ. അപ്പം നമുക്കറിയാത്ത ടോപ്പിക്കൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയി പഠിക്കാം, അല്ലെങ്കിൽ എല്ലാം വേണേൽ അവിടെ നിന്ന് പഠിക്കാം. എനിക്ക് എന്ന് പറഞ്ഞാൽ എല്ലാം കവർ ചെയ്യാനുള്ള ടൈം എനിക്ക് കിട്ടുന്നില്ല. ഞാൻ വിചാരിക്കുന്നത് ആദ്യം എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ വായിക്കുക, പഠിക്കുക, അതിനുശേഷം മനസ്സിലാവാത്തതൊക്കെ ക്ലാസ് കൂടി പഠിക്കാം. അങ്ങനെയാണ് ഞാനിപ്പോൾ നിലവിൽ ആലോചിക്കുന്നത്. ഇപ്പം ബയോളജി എനിക്ക് കുഴപ്പമില്ല, ഞാൻ തന്നെ എനിക്ക് മാനേജബിളാണ്, വായിക്കുമ്പോൾ അത്യാവശ്യമൊക്കെ. ഈ ബുദ്ധിമുട്ട് തോന്നിയത് ഫിസിക്സിലോട്ടൊക്കെ വന്നപ്പോഴാണ്. അപ്പം ഞാൻ അങ്ങനെ പഠിക്കുകയാണ്. പിന്നെന്താ, ഹോസ്റ്റലിൽ വരാന്തയിലാണ്. അപ്പം സാധാരണ സ്റ്റഡി ഹോളിൽ പോയിരിക്കും, പിന്നെ ഇപ്പോൾ ഇവിടെ ഇരുന്ന് പഠിക്കാൻ ഓർത്തു. അപ്പോൾ ഇത്രയും നേരം കൊണ്ട് ഞാൻ പഠിച്ച പോർഷൻസാണിത്. ബയോളജിയിലെ കുറേ പോർഷൻസ് ആയിരുന്നു. അടുത്തത് ഫിസിക്സിൻ്റെ ഒരു ടോപ്പിക്കാണ്. അപ്പം ഞാൻ അതിലോട്ട് പോയില്ല, ഇവിടെ വെച്ച് നിർത്താമെന്ന് വിചാരിച്ചു. കാരണം പഠിക്കുക എന്നുള്ളതാണല്ലോ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അത് ആ പോർഷൻസ് പഠിച്ചു, അത് കംപ്ലീറ്റ് ചെയ്തു. അടുത്തത് ഞാൻ ഇനി പഠിക്കാൻ പോകുന്നത് മാത്സാണ്. മാത്സ് ആക്ച്വലി ഞാനൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു. അപ്പം ഞാൻ അതിനകത്ത് എനിക്കറിയാവുന്ന മാത്സൊക്കെ ചെയ്തു. അറിയത്തില്ലാത്തത് പഠിക്കാൻ വേണ്ടി ഞാൻ യൂട്യൂബിലൊരു വീഡിയോ കണ്ടാണ് പഠിക്കുന്നത്. ഇസു മാത്സിൻ്റെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് കണ്ട് അത് ഞാൻ നോട്ട് ചെയ്തു. അപ്പോൾ കാണുമ്പോൾ എടുക്കാൻ പറ്റില്ല. അതിനുശേഷം നമ്മുടെ ഒരു ഹോട്ട് ടോപ്പിക്സിൻ്റെ ഒരു ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ ഒരു വീഡിയോ അല്ല, ഒരു ക്ലാസ്, അത് കൂടി. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു.